everyone, welcome to Roshnisfoodnlife. എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുകയല്ലേ എല്ലാവരും? അപ്പോൾ ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ടിക്കിംഗ് സീരീസിൽ ചെയ്യാൻ പോകുന്നത് വീറ്റ് ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ മൈദ കഴിക്കാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്താൽ മതി. വീറ്റ് വെച്ചിട്ട് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ പ്രത്യേകം ഭയങ്കര ഇഷ്ടമാവുന്ന ഒരു കേക്കാണ് നമ്മുടെ ഈ വീറ്റ് ചോക്ലേറ്റ് എന്ന് പറയുന്നത്. കാരണം ചോക്ലേറ്റിന്റെ ഫ്ലേവർ ഉണ്ട്, പിന്നെ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് പിന്നെ വലിയ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല. പാത്രം കാലിയാവുന്ന വഴി അറിയത്തേ ഇല്ല. ഒട്ട് സമയങ്ങളായി നമുക്ക് നോക്കാം എങ്ങനെയാണ് നല്ല കിടിലൻ വീറ്റ് ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കി എടുക്കുന്നതെന്ന്. അപ്പൊ നമുക്ക് വീറ്റ് ചോക്ലേറ്റ് ടീ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഞാനിപ്പോ മുട്ടയിലാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് മുട്ട യൂസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് തൈര് ഉപയോഗിച്ചാൽ മതി. അധികം പുളിയില്ലാതെ തൈര് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണേ. ഒരു 1/4 കപ്പ് തൈര് ഉപയോഗിച്ചാൽ മതി. ഞാനിവിടെ എന്തായാലും ഒരു മുട്ടയാണ് ചേർക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒരു മുട്ട മിക്സിയിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. അപ്പൊ നിങ്ങളിൽ മിക്സഡ് ഒക്കെ ഉണ്ടെങ്കിൽ ബീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ. ഞാനിതിപ്പോ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയാണ് മുട്ട ഇങ്ങനെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നത്. മുട്ടയും പഞ്ചസാരയും നമുക്ക് ഒരുമിച്ചിട്ടൊക്കെ ബീറ്റ് ചെയ്തെടുത്താൽ മതിയേ. അപ്പൊ ഞാൻ ഒരു മുട്ട മിക്സിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ പൊടിക്കാത്ത പഞ്ചസാര തന്നെയാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നിങ്ങൾ മിക്സറും ബീറ്ററും ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര പൊടിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ബൗളിലോട്ട് മുട്ടയും പഞ്ചസാരയും കൂടെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇതാകുമ്പോൾ പഞ്ചസാര പൊടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മിക്സിയിൽ തന്നെ രണ്ടും മുട്ടയും അതുപോലെ തന്നെ പഞ്ചസാരയും നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് എന്തായാലും പഞ്ചസാരയും മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പൊ ഇനി നമ്മൾ മുട്ടയും പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മുട്ടയുടെ പഞ്ചനിറമൊക്കെ മാറിയിട്ട് നമുക്ക് നല്ലൊരു വൈറ്റ് കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇനി ബട്ടറാണ് കേട്ടോ. 1/4 കപ്പ് ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ല എങ്കിൽ അതിന് പകരം ഓയിൽ ചേർത്ത് കൊടുത്താൽ മതിയാവേ. ഓയിൽ എന്ന് പറയുമ്പോൾ സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഓയിൽ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ വേണ്ട കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പൊ നമ്മൾ മുട്ടയും പഞ്ചസാരയും ബട്ടറൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ മുട്ടയുടെ മണമൊക്കെ ഒന്ന് മാറാനായിട്ട് എന്തായാലും നമ്മൾ കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. എന്നാലും നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈദ അല്ല കേട്ടോ ഇത്തവണ നമുക്ക് ഗോതമ്പ് പൊടി നമ്മുടെ ആട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം 1 കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒക്കെ ഉണ്ട്. അതെല്ലാം കൂടെ നമുക്കൊന്ന് അരിച്ച് ചേർക്കാം. ആദ്യം നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി അതായത് നമ്മുടെ ആട്ട ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പൗഡർ ഇല്ല എങ്കിൽ ബേക്കിംഗ് സോഡയിലേക്ക് വിനേഗർ ചേർത്തിട്ട് ഡയറക്റ്റ് അങ്ങ് ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പം ഈ അരിപ്പയിൽ കൂടെ അരിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് അങ്ങ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. കൊക്കോ പൗഡർ എന്ന് പറയുമ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. അപ്പൊ എന്റെ കയ്യിൽ ഡാർക്ക് കൊക്കോ ആണ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന കൊക്കോയുടെ ഒരു ഫ്ലേവർ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നത് കേട്ടോ. 2 തൊട്ട് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ നമ്മള് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് അരിച്ച് ബൗളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പൊ പാലെന്ന് പറയുമ്പോൾ ഞാനിവിടെ 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അപ്പൊ മൈദയ്ക്ക് ചേർക്കുന്ന അതേ അളവല്ല നമ്മുടെ ഗോതമ്പ് പൊടി ആയിരിക്കുന്ന സമയത്ത് കുറച്ച് വ്യത്യാസം വരും. കുറച്ചുകൂടി കൂടുതലായിരിക്കും നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ നമുക്കൊരു 1/4 കപ്പ് പാല് എപ്പോഴും ഒഴിക്കുന്ന പോലെ തന്നെ ഒഴിച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഒരേ സമയത്ത് തന്നെ 1 കപ്പ് പാലും എടുത്ത് ഒഴിക്കരുത്. കാരണം ചിലപ്പോൾ ബാറ്റർ ലൂസ് ആയിട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചിട്ട് വീണ്ടും നമുക്ക് ബാക്കി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ ബാറ്റർ കുറച്ച് തിക്കായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് പറഞ്ഞാൽ 3/4 കപ്പും 2 ടേബിൾ സ്പൂണും പാലാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ എന്തായാലും 1 കപ്പ് പാൽ എടുത്ത് വെച്ചേക്കുക. എന്നിട്ട് നമ്മൾ കേക്ക് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കാരണം നല്ല സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇതിലേക്ക് ഞാൻ കുറച്ച് ചോക്കോ ചിപ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ചോക്ലേറ്റ് ചിപ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ നട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഫുൾ ചോക്ലേറ്റ് ആക്കാൻ പോവുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ചോക്കോ ചിപ്സ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ റെഡിയാണ്. ഇനി നമുക്ക് കേക്ക് ടിന്നിലോട്ട് മാറ്റാം നമുക്ക്. അപ്പോൾ ഞാൻ കേക്ക് ടിൻ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ബാറ്ററിനെ കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ടിന്നിൽ ഞാൻ ബട്ടർ പേപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ജസ്റ്റ് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറച്ച് മൈദ എടുത്തിട്ട് ഡസ്റ്റ് ചെയ്തും തട്ടിയെടുത്താൽ മതിയാവുമേ. അപ്പോൾ നമ്മുടെ ബാറ്റർ നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററി നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തട്ടി കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാനായിട്ട് നമുക്ക് തട്ടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്ററിന്റെ മുകളിലായിട്ട് കൂടെ ഞാൻ കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വൈറ്റ് ഇടുന്നുണ്ട്, നമ്മുടെ ചോക്ലേറ്റിന്റെ ഇടുന്നുണ്ട്, വൈറ്റ് ചോക്ലേറ്റ് ഇടുന്നുണ്ട്, ഡാർക്ക് ചോക്ലേറ്റ് ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഇനി സ്പ്രിങ്കിൾസ്, ചോക്ലേറ്റിന്റെ സ്പ്രിങ്കിൾസ് എല്ലാം ഇരിപ്പുണ്ടെങ്കിൽ അതാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയാവേ. അപ്പം നിങ്ങൾക്ക് നട്ട്സ് മുകളിലായിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ നട്ട്സ് ആണെങ്കിൽ കാഷ്യൂനട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് മുകളിലായിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവേ. നമ്മൾ കേക്ക് ടിൻ കടായിൽ വെച്ചിട്ടുണ്ട്. അപ്പം കടായിൽ നമുക്ക് ഒരു 40 to 45 മിനിറ്റ്സ് കേട്ടോ നമ്മുടെ കേക്ക് ഒന്ന് സെറ്റ് ആയിട്ട് കിട്ടാനായിട്ട്. കുക്കർ ആണെങ്കിലും ഏകദേശം ഒരു 45 മിനിറ്റ്സ് ഒക്കെ എടുക്കും നമുക്ക് റെഡി ആയിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിന്റെ കട്ടി അനുസരിച്ച് 5-10 മിനിറ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. നിങ്ങളിപ്പോൾ ഓവനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ അതിനകത്താണെങ്കിൽ നമുക്ക് 30 to 40 മിനിറ്റ്സ് എടുക്കും. അത് നിങ്ങളുടെ ഓവൻ്റെ ടെമ്പറേച്ചറൊക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും. എന്തായാലും 30 മിനിറ്റ്സിന് ശേഷമാണ് നമ്മുടെ കേക്ക് റെഡി ആയി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണ്ട. തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് പൊങ്ങി വരുന്ന പോലെ അങ്ങ് താന്നു പോകും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. ടെമ്പറേച്ചർ ആണെങ്കിലും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക. പ്രീ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലും, അതുപോലെ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് കേക്ക് അകത്ത് വെച്ചതിന് കേക്ക് ബാറ്റർ ഉള്ളിൽ വെച്ചതിന് ശേഷം നിങ്ങൾ ലോ ഫ്ലെയിമിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെ ഒരു 40 മിനിറ്റ്സ് കഴിഞ്ഞ ശേഷം തുറന്ന് നോക്കിയാൽ മതിയാവും. അപ്പോൾ എന്തായാലും നമ്മുടെ കേക്ക് ബാറ്റർ അകത്ത് വെച്ചിട്ടുണ്ട്, കടായിനുള്ളിൽ വെച്ചിട്ടുണ്ട്. നമുക്കൊരു 45 മിനിറ്റ്സ് അല്ലെ 40 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മുടെ കേക്ക് എന്തായിട്ടുണ്ടെന്ന്. അപ്പോൾ അതേ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 45 മിനിറ്റ്സ് അല്ല കേട്ടോ, 50 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴാണ് കേക്ക് റെഡിയായി കിട്ടിയത്. അപ്പോൾ എനിക്കൊന്ന് ഗോതമ്പ് ആയതുകൊണ്ടാണ് നമ്മുടെ കേക്ക് കുറച്ചുകൂടെ ഒന്ന് ബേക്കായി കിട്ടാൻ സമയം എടുത്തത്. അപ്പോൾ എനിക്ക് 50 മിനിറ്റ്സ് എടുത്ത് നമ്മുടെ കടായിൽ റെഡി ആയിട്ട് വരാനായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചോണം. അപ്പോൾ മൈദക്കാലും കുറച്ചുകൂടെ സമയം എടുക്കും നമ്മുടെ ഗോതമ്പാണെങ്കിൽ. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്, നമുക്ക് പുറത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ചിപ്സ് മുകളിൽ ഇട്ടായിരുന്നു, കാരണം കുറേയൊക്കെ മെൽറ്റ് ആയി പോയായിരുന്നു, ചിപ്സ് എല്ലാം മെൽറ്റ് ആയി പോയായിരുന്നു, ചോക്ലേറ്റ് ചിപ്സ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ചോക്ലേറ്റ് ചിപ്സ് മുകളിലേക്ക് ഇട്ടിട്ടുണ്ട്. അതാണിപ്പോൾ നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റുന്ന ചിപ്സ് ഞാൻ പിന്നെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്ത് നോക്കിയ സമയത്ത് കുറച്ചുകൂടി ചിപ്സ് മുകളിൽ ഇട്ട് കൊടുത്തായിരുന്നു. ഇനി നമുക്കൊന്ന് സ്ലൈസ് ചെയ്ത് നോക്കിയാലോ, കേക്കിന്റെ ഉൾഭാഗമൊക്കെ എങ്ങനെയാണെന്ന് കാണാനായിട്ട് നമുക്ക് സ്ലൈസ് ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വീറ്റ് ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ വീറ്റ് ചോക്ലേറ്റ് കേക്ക്? അടിപൊളിയായിട്ടില്ലേ? നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ, നല്ല സ്പോഞ്ച് പോലെ ഇരിക്കും നമുക്ക് കഴിക്കാനായിട്ട്. അപ്പൊ നമ്മൾ ഗോതമ്പൊടിയാണെന്നുള്ള വലിയ വ്യത്യാസമൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പൊ കുറച്ച് മൈദ അല്ലാത്തതുകൊണ്ട് കുറച്ച് ഹെൽത്തിയും കൂടെ ആണ്. ഒക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടുക. അപ്പൊ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകണ്ട. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു അടിപൊളി കേക്കിന്റെ റെസിപ്പിയായിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. രുചിയുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കട്ടെ. സ്നേഹത്തോടെ റോഷ്നീസ് ഫുഡ് ആൻഡ് ലൈഫ്.